പക്ഷേ ഒരു 80% പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്ഥിരം കഥയാണ്. പക്ഷേ മേക്കിംഗ് സ്റ്റൈൽ വെച്ച് പടം കൊള്ളാം. ക്യാപ്റ്റൻ മില്ലറപ്പോൾ വന്നാൽ മതി. നല്ല ആൾ കയറേണ്ട പടമാണ്, പക്ഷേ ആളിപ്പോൾ കുറവാണ്. അത് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടില്ല. കാരണം നല്ല ഫിലിം. പടം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇത്തിരി ആവറേജാണ്. പിന്നെ ധനുഷിൻ്റെ ഡയറക്ഷൻ കൊള്ളാം. ഡയറക്ഷൻ തന്നെയാണ് ബെറ്റർ. ആക്ടിങ്ങിനെ കാട്ടി ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു 100% പടത്തിലൊരു നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൽവരാഘവനാണെങ്കിലും കാളിദാസ് ജയറാം പിന്നെ അനിയത്തിയായിട്ട് അഭിനയിച്ച എല്ലാവർക്കും നല്ലൊരു റോൾ കൊടുത്തിട്ടുണ്ട്. പടം കൊള്ളാം. ഡയറക്ഷനൊക്കെ കൊള്ളാം. മേക്കിംഗ് സ്റ്റൈല് പക്ഷേ ഒരു 80% പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്ഥിരം കഥയാണ്. പക്ഷേ മേക്കിംഗ് സ്റ്റൈൽ വെച്ച് പടം കൊള്ളാം. അത്രയ്ക്ക് നെഗറ്റീവായിട്ടൊന്നും പറയില്ല. പടം കൊള്ളാം. പിന്നെ നല്ല ബ്രൂട്ടൽ ആക്ഷനാണ്. കുഴപ്പമില്ല, കൊള്ളാം. പടം അടിപൊളിയായിരുന്നു. ധനുഷിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ധനുഷ് ഫാനാണ്. അപ്പം പടം അതുപോലെ തന്നെ ദുഷരയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല. അത് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ കണ്ട കഥ തന്നെയാണ് അവർ പിന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പുതിയതായിട്ടൊന്നും ട്രൈ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ട കഥ തന്നെയാണ്. പക്ഷേ വേറൊരു രീതിയിൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻഗേജിങ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കൊള്ളാം. ക്യാപ്റ്റൻ മില്ലറപ്പോൾ വന്നാൽ മതി. നല്ല ആൾ കയറേണ്ട പടമാണ്, പക്ഷേ ആളിപ്പോൾ കുറവാണ്. എന്നറിയില്ല. അത്യാവശ്യം നല്ല ഷോട്ടാണ്. കൊള്ളാം, നല്ല പടമാണ്. വയലൻസ് അത്യാവശ്യം ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടിരിക്കാനൊക്കെ കൊള്ളാം. എടുത്തു പറയത്തൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡയറക്ഷനാണ്. അത്യാവശ്യം നല്ല ഷോട്ട്സ് ഒക്കെയാണ് എടുത്തേക്കുന്നത്. വെറൈറ്റി ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ക്യാപ്റ്റൻ മില്ലറുടെ ടൈപ്പ് സാധനം, പക്ഷേ നല്ല കാശിനുള്ള സാധനമുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെ ഇരിക്കും. ഇത് കൊള്ളാം, നല്ല പടമാണ്. പോയി കാണേണ്ട സാധനമുണ്ട്. എടുത്തു പറയതൊക്കെ സ്റ്റോറി തന്നെയാണ് മെയിൻ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാളിദാസനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നല്ല മേക്കിംഗ് എല്ലാം സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമെടുത്തിട്ടുണ്ട്. നെഗറ്റീവായിട്ട് നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. നല്ല റഷ്യാൻ്റെ സിനിമയാണ്. പക്ഷേ ഇതൊന്നും വന്നിട്ടില്ല. നോക്കാം. കുഴപ്പമില്ല. നല്ല ഇതാണ്. നല്ല സിനിമയാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഇല്ല, കുറച്ച് ബാലൻസ് ഉണ്ട്. കൊള്ളാം. എടുത്തു പറയാമല്ല, സെൻറ്റിമെൻറ്റ് സ്റ്റോറി, ബ്രദർ സിസ്റ്റർ സ്റ്റോറി. അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫൈറ്റൊക്കെ കൊള്ളാം. പിന്നെ ധനുഷിൻ്റെ ആക്ടിങ്ങും തിരിച്ചു വരവും ഒക്കെ അടിപൊളിയായി. പിന്നെ കാളിദാസനെ പ്രതീക്ഷിച്ചില്ല, എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാളിദാസനെ കണ്ടു. പക്ഷെ അത്രയായിട്ട് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം. കുഴപ്പമൊന്നുമില്ല. ത്രൂ ഔട്ട് റിവ്യൂസ് നോക്കിയപ്പോൾ ആവറേജ് എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിലുള്ള പടമാണ്. ധനുഷിൻ്റെ ഡയറക്ഷനും കൊള്ളായിരുന്നു. നല്ല ഉഷാറായി.